ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു MOHലെ ലീവ് പോളിസീസിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് പറയുന്ന MOHലെ ലീവ് പോളിസീസും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ലീവ് പോളിസീസും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ MOHലെ പുതിയ കോൺട്രാക്റ്റും പഴയ കോൺട്രാക്റ്റ് തമ്മിൽ ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മെയിനായിട്ട് MOH ഹോസ്പിറ്റലിലെ ലീവിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇയർലി 30 ഡേയ്സ് ആണ്, ചില സ്ഥലത്ത് 35 ഡേയ്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. എന്തായാലും മുന്നോട്ട് സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. MOHൻ്റെ പോളിസി അനുസരിച്ച് ഒരാൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം 35 ഡേയ്സ് നമ്മൾക്ക് കിട്ടും. നമ്മൾ ലീവ് പ്ലാൻ ചെയ്യുന്ന ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തൊക്കെയാണ്. നമ്മൾ ആ സമയത്താണ് ഇവിടെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള ലീവ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് ജനുവരിയിലായിരിക്കാം, ചിലപ്പോൾ അത് ഡിസംബറിലായിരിക്കാം. അപ്പോൾ നമ്മൾ ലീവ് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഉള്ളതെങ്കിൽ നമ്മൾക്ക് ഇയർലി ലീവ് ചിലപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ MOHൻ്റെ ഒരു പോളിസി എങ്ങനെയാണെന്ന് വെച്ചാൽ ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേയിലും ലീവ് എൻഡ് ചെയ്യുന്നത് തേഴ്സ്ഡേയും ആയിരിക്കും. നമ്മൾക്കപ്പോൾ ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡേറ്റ് 15-നാണെങ്കിൽ നമ്മൾ ലീവ് എൻഡ് ചെയ്യുന്ന ഡേറ്റ് എഴുതുന്നത് പ്രീവിയസ് തേഴ്സ്ഡേയിലെ ഡേറ്റ് ആയിരിക്കും. അപ്പോൾ 15-ന് ലീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമ്മൾക്ക് അടുത്ത് നമ്മളുടെ ലീവ് എൻഡ് ചെയ്യുന്ന തേഴ്സ്ഡേ വരെ ലീവ് എഴുതിയാൽ മതി. ഇപ്പോൾ ഫ്രൈഡേയും സാറ്റർഡേയും നമ്മൾക്ക് ഓഫാണ്, ഓട്ടോമാറ്റിക്കലി ഫ്രൈഡേ നമ്മളുടെ വീക്ക്ലി ഓഫാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ബെനിഫിറ്റ്സ് MOHലുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 30 ഡേയ്സ് നമ്മളിപ്പോൾ ലീവ് എഴുതുവാണെങ്കിൽ ആ പ്രീവിയസ് 2 ഡേയ്സും പിന്നെ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന തേഴ്സ്ഡേ കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ സാറ്റർഡേ ഇവിടുത്തെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സൺഡേ നമുക്ക് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പല രാജ്യങ്ങളിലും നമ്മൾ വർക്ക് ചെയ്യുന്ന അവേഴ്സിനാണ് നമുക്ക് സാലറി കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മന്ത്ലിയാണ്. അതുകൊണ്ട് നമ്മളെടുക്കുന്ന ലീവിൻ്റെ ചിലപ്പോൾ ഇടയ്ക്കുള്ള ഈ ഫ്രൈഡേ സാറ്റർഡേയ്സ് ഒന്നും നമ്മളെ അത് ബാധിക്കുന്നതല്ല. MOHൻ്റെ ഏറ്റവും നല്ലൊരു പോളിസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും കുവൈറ്റിൽ അങ്ങനെയാണ്. നമ്മളുടെ വീക്ക്ലി ഓഫ് നമ്മൾക്ക് ആഴ്ച എടുക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. പിന്നെ 15 വർഷം മിനിസ്ട്രിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു നഴ്സിന് 10 ദിവസം കൂടെ MOH ആഡ് ചെയ്യും. അങ്ങനെ ടോട്ടലി നമുക്ക് 45 ഡേയ്സ് ആണ് ആനുവൽ ലീവ് കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സിക്ക് ലീവിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയട്ടെ. സിക്ക് ലീവ് നമുക്ക് ഒരു വർഷം 15 ഡേയ്സ് ഉണ്ട്. നമ്മൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മതി. ഡോക്ടറെ ഒന്നും പോയി കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈനിൽ പോയിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കാഷ്വൽ ലീവും കൊടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്പിറ്റൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പിന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് നമുക്ക് 15 ഡേയ്സും കൂടെ ലീവ് എക്സ്ട്രാ കിട്ടും. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയർ മെഡിസിൻ, ഇൻ്റർവെൻഷൻ റേഡിയോളജി, അതുപോലെ തന്നെ റേഡിയോളജി അല്ലെങ്കിൽ അങ്ങനത്തെ റേഡിയേഷൻ എക്സ്പോഷറുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് 15 ഡേയ്സ് എക്സ്ട്രാ ലീവ് കിട്ടുന്നതിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു MOH സ്റ്റാഫിന് റേഡിയേഷൻ ഏരിയയിലുമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 60 ഡേയ്സ് ആനുവൽ ലീവ് പെർ ഇയർ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു പോളിസി ഇപ്പോൾ ന്യൂലി MOH ആക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോവിഡിന് മുൻപ് വരെ നമ്മളുടെ ലീവ് നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 90 to 100 ഡേയ്സ് വരെയാണ് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. നമ്മൾക്ക് ബാലൻസ് എത്ര ലീവ് ഉണ്ടെങ്കിൽ പോലും, എത്ര വർഷം കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ഒരു 100 ഡേയ്സിൽ കൂടുതൽ അടുത്ത വർഷത്തെ ലീവിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം MOH ഒരു പോളിസി ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായാലും നമ്മളുടെ ലീവ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കോവിഡിൻ്റെ സമയത്ത് 2-3 വർഷമൊക്കെ നാട്ടിൽ പോകാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് എക്സ്ട്രാ ലീവ് ഉള്ളതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ന് റെസിഗ്നേഷൻ കൊടുക്കുന്നോ അന്ന് MOH ആ സാലറി നമ്മൾക്ക് തരുന്നതായിരിക്കും. ലീവ് സാലറി നമുക്ക് അവർ തരുന്നതായിരിക്കും, എൻക്യാഷ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ലീവ് നമ്പർ ഓഫ് ഡേയ്സ്. പിന്നെ നമ്മൾക്ക് എമർജൻസി ലീവിൻ്റെ ഒരു പോളിസിയും കൂടെ ഉണ്ട്. എമർജൻസി ലീവ് നമുക്ക് 7 to 10 ഡേയ്സ് നമ്മൾക്ക് കിട്ടും. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾക്ക് എന്താണ് എമർജൻസി എന്നുള്ള സിറ്റുവേഷൻ അനുസരിച്ചും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് എമർജൻസി ലീവ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അത് നമ്മൾക്ക് വിത്ത് സാലറി ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾക്ക് എത്ര ദിവസം കിട്ടും എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഹോസ്പിറ്റലിനെയും അനുസരിച്ചാണ് ഉള്ളത്.
പിന്നെ മെറ്റേണിറ്റി ലീവിൻ്റെ ഒരു പോളിസിയും കൂടി അവർക്കുണ്ടായിരുന്നു. അതായത് പഴയ കോൺട്രാക്റ്റ് അനുസരിച്ച് മെറ്റേണിറ്റി ലീവ് നമ്മൾക്ക് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് മെറ്റേണിറ്റി ലീവിന് നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുൻപ് ആർക്കെങ്കിലും പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ അവർ ആനുവൽ ലീവാണ് മിക്കവാറും എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ ലോക്കം കോൺട്രാക്റ്റിൽ മെറ്റേണിറ്റി ലീവിനെ കുറിച്ചുള്ളൊരു പോളിസി അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അതിപ്പോൾ പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് തന്നെ വേണം വിചാരിക്കാനായിട്ട്. പഴയ ആളുകൾക്ക് 2 വർഷത്തിന് ശേഷം 1 മന്ത് നമ്മൾക്ക് ആനുവൽ ലീവ് പ്ലസ് മെറ്റേണിറ്റി ലീവ് നമ്മൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ആനുവൽ ലീവ് മെറ്റേണിറ്റി ലീവ് മാത്രം എടുക്കാം, ആനുവൽ ലീവ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാം. അങ്ങനെയാണ് പഴയ കോൺട്രാക്റ്റുകാരുടെ പോളിസി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് MOHലെ ലീവ് പോളിസീസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ. ചില ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഹോസ്പിറ്റലിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം, എന്നാൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഈ പോളിസീസ്, അതായത് ആസ് ഓഫ് നൗ എന്ന് മാത്രമേ ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. മിനിസ്ട്രി പോളിസീസ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.